तुम कैसा पक्का है। आपको पिछले दिन देखता था ना, उससे भी अच्छा है। आपको बोला था ना, एक फैमिली भी उधर रहता है। अच्छा था। अच्छा नहीं तो आगा पानी हो। अच्छा है भाई। ഇവിടെ ഒരു 5 മിനിറ്റിന്റെ പണിയുണ്ട്. ഒന്ന് സെറ്റായിട്ടില്ല കാര്യങ്ങൾ. നിങ്ങളൊന്ന് വിശ്രമിക്കേ. അപ്പൊക്ക് ഞാനിതൊന്ന് വിശ്രമിക്കാനോ? അതിന് ഇവിടെ വിശ്രമിക്കാ? കാറിൽ വിശ്രമിക്കാലോ. എടാ ഹബി, വണ്ടി എടുക്കണേ. കാലോണ്ടല്ല തലോണ്ട് ചവിട്ടുക. ശരിക്കും ഞാൻ വേറെ വീടെ കണ്ടുവെച്ചിരുന്നേ, അത് പെട്ടെന്ന് കഴിഞ്ഞു പോയി. പിന്നെ ഇന്നലെ ഇത് റെഡി ആയത്, അതുകൊണ്ട് ഒന്നും നോക്കാനും പറ്റിയില്ല. ഒന്ന് വൃത്തിയാക്കിയാൽ ശരിയാവും. ഹേയ്, ഇത് വലിയ പണിയൊന്നുമില്ലല്ലോ. ഇപ്പൊ ശരിയാക്കി തരാം, പെട്ടെന്ന് തീരും. അല്ല, ഇത് ഇതെവിടെ വെക്കണ്ടേ? അവിടെ തന്നെ വെച്ചോ. അങ്ങനെ എടുക്കരുത്. നമ്മളൊരു ഭാരം എടുക്കുമ്പോ. ഹലോ മാഷേ, നിങ്ങളൊരു സേഫ്റ്റി ശ്രദ്ധിക്കണ്ട തിരുവോ. ഇതെന്താ പറയാത്ത? അത് തുറക്കണ്ട കേട്ടാ. ദിനോസർ, മമ്മ കോളി. വാലേക്കും സലാം. ഖദീജയും കുട്ടികളൊക്കെ നാട്ടിൽ നിന്ന് എത്തിയില്ലേ? ഉണ്ട് ഇവിടെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുന്നേ. എന്റെ പുന്നാര മോനെ, ഈ ഓളയും കുട്ടി ഇങ്ങോട്ട് വരാൻ നിൽക്കല്ലേ. ഒരു ദിവസം പറ്റും പോലെ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ഞാൻ കൊടുക്കാം. ഇവിടെ ഉണ്ട്. ഹലോ കുഞ്ഞാക്ക, അസ്സലാമു അലൈക്കും. അലൈക്കും അസ്സലാം. എന്താണ് മോളെ, സുഖമായിട്ട് എത്തിയില്ലേ? ഒരു ദിവസം കുഞ്ഞാക്ക അങ്ങോട്ട് വരുന്നുണ്ട്. കുട്ടികളുടെ പറഞ്ഞോളാ, ഇവിടെ ഭയങ്കര പണിത്തിരക്കാ. വെക്കട്ടെ? ഹലോ കുഞ്ഞാക്ക. കട്ടാക്കി ഒന്നും പറയാൻ വിട്ടില്ല. ഒന്നും പറയാൻ അങ്ങോട്ട് പറ്റൂല. മൂപ്പർക്ക് ശരിക്കും ഇവിടെ എന്താ ജോലി? മൂപ്പർക്ക് എന്തൊക്കെയോ പണികളുണ്ട്, ഒരു ഐഡിയ ഇല്ല. എങ്ങനെങ്കിലും മൂപ്പര് പിടിച്ചേക്കും. അമ്മായി ഇങ്ങോട്ടേക്ക് വരുമ്പോഴേ ഒരു കാര്യം പറയാൻ ഏൽപ്പിച്ചീന്. മൂപ്പരോട് ഇവിടുത്തെ പണിയൊക്കെ മതിയാക്കി നാട്ടിക്ക് ചെല്ലാൻ പറയാൻ. മൂപ്പർക്ക് എന്തൊക്കെയോ ബാധ്യതകളുണ്ട്. എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. ഹെൽപ്പ് നിങ്ങള്
നിങ്ങൾക്കൊക്കെ എന്താ അത്ര തോന്നെ സന്തോഷം? ഒന്നും തോന്നില്ലല്ലോ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ബുർജ് ഖലീഫക്ക് നാട്ടത്തേക്കാൾ ദൂരെ വളർന്നാണ്. വല്ലാത്തൊരു കുടുക്കായി പോയി. കഴിച്ചോ? ഈ അങ്ങോട്ട് വരണ കാര്യം എല്ലാവരോടും പറഞ്ഞിട്ടില്ലേ? ഇല്ലെങ്കിൽ ഒക്കെ കൂടെ എൻ്റെ തലേക്കാവും. എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും പരാതിക്ക് കുറവൊന്നും ഉണ്ടാവില്ല. അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ മൂഡ് ഓഫ് ആവോ? മൂഡ് ഓഫ് ആക്കാൻ പറ്റിയ സമയം ഈ പറയ്. അല്ല, രാവിലെ ദില് ചോദിച്ചില്ലേ ആ മുറി എന്താ പൂട്ടിക്കിടക്കുന്നതെന്ന്? ഞാനും ചോദിക്കണമെന്ന് വിചാരിച്ചതാ. എന്നിട്ട് എന്താ ചോദിക്കാൻ? ഞങ്ങളിവിടെ വൃത്തിയാക്കി ക്ഷീണിക്കുമ്പോൾ നിങ്ങൾ അറേബ്യൻ സ്റ്റൈലിൽ ആ മുറി തുറന്ന് ഞങ്ങൾക്കൊരു സർപ്രൈസ് ആയിരുന്നു വിചാരിച്ചു പോയി ഞാൻ. അമ്മക്കിന്നെ കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ലല്ലേ? അതിവിടെ വന്നപ്പോൾ ബോധ്യപ്പെട്ട്. ആ ബോധ്യപ്പെടലിന് 4 ടിക്കറ്റിന്റെ വില കൊടുക്കേണ്ടി വന്നു. വില കൊടുത്താലെന്താ? വില കൊടുത്താലെന്താ? ഓ, ഗുഡ് നൈറ്റ്. ഷാനമോളെ, എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഒരാൾക്ക് ബുർജ് ഖലീഫ കാണാൻ പറ്റുമെന്ന്. ബുർജ് ഖലീഫ പറഞ്ഞാൽ എവിടെയാന്നാ പോലെ വിചാരം. അതിന് എനിക്ക് തോന്നല മുത്തോട്ടിനെ പറ്റിച്ചാന്നാ. ആ, അപ്പൊ നിങ്ങൾക്കും കാണാൻ പറ്റൂലല്ലോ. ഞങ്ങൾക്ക് എന്നെ മാതിരി കൊച്ചുമണി രമൺ ടീച്ചർ നാട്ടാരെന്ന് ബോധിപ്പിക്കണ്ടല്ലോ. അതാ മോമ പെട്ടേ, മോമ പെട്ടേ, മോമ പെട്ടേ. ആ, കുട്ടികളും പുതിയാപ്പിളിയും ഗൾഫൊക്കെ ആയ ചിലപ്പോ ഇങ്ങനെയൊക്കെ തന്നെ ഇക്കറല്ലേ. ഞമ്മക്കിപ്പോ അത് അറിയില്ലല്ലോ. എന്തായാലും എനക്ക് തിരക്കടില്ല. ഗൾഫിക്കൊന്നും പറഞ്ഞപ്പെടുന്ന ഒരു പോക്ക് പോയതല്ലേ. പിന്നെ എന്റെ വർത്താനോ വിവരോ ഫോട്ടോ ഒന്നും ഇല്ല. എടി, ഇവിടെ ഫോട്ടോ അയക്കാൻ മാത്രം ഒന്നുമില്ല മോളെ. ഒരു മരുഭൂമി പോലത്തെ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. മുത്തൂട്ടി സുബൈക്കന്നെ പണിക്ക് പോവും. ഞാൻ ഭക്ഷണം ഉണ്ടാക്കും, കുറച്ചേരം ഫേസ്ബുക്ക് നോക്കിയിരിക്കും. അല്ലാണ്ടപ്പം എന്ത് ചെയ്യാനാ? ആ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന് ആലോചിക്കാണ്. പിന്നെ കുട്ടികളെ കാര്യം ആലോചിക്കുമ്പോളാ. എന്താണ്? ഒരു ഒട്ടാൻ പോലാത്ത മരുഭൂമിക്ക ഞങ്ങളെ കൊണ്ടുവന്നേ. ഉമ്മ, ഇനിയിപ്പൊ നാട്ടില് പോകുമ്പോ ബുർജ് ഖലീഫന്റെ ഫോട്ടോ ചോദിക്കുമല്ലോ എല്ലാരും. എന്താ അറിയമ്മ, മോമ ബുർജ് ഖലീഫന്റെ മുന്നിൽ ഫോട്ടോ ഇട്ട് എടുക്കാറിഞ്ഞില്ലേ? ആ കുട്ടികളെ വാട്സപ്പ് നമ്പറിന്റെ ലിസ്റ്റാണ്. ഇപ്പൊ ഞാൻ ഓനോട് ചോദിക്കുമ്പോ എന്താ പറയാ? നിങ്ങളൊന്ന് അടങ്ങ് മോമോ. ഇങ്ങോട്ട് നീക്ക്. എനിക്ക് കുറച്ച് സമയം കൊണ്ടാ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഗൾഫിക്ക് എത്തിയ ആദ്യം ചെയ്യണ പരിപാടി എന്താ അറിയോ? എന്താ? എത്തിയ വിവരത്തിന് നാട്ടിക്കൊരു കത്തയക്കണം. കത്തോ? ഈ കാലത്തോ? ആടാ, ഒരു പെന്നും പേപ്പറും എടുത്ത് എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ എന്ന് തുടങ്ങി ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും ചേർത്ത് ഒരു കത്തയക്കണം. അതിന് ഇവിടെ എന്ത് വിശേഷമാണ്? പറയട്ടെ. വിമാനത്തിന്റെ ചിത്രമുള്ള ഗൾഫിന്റെ മണമുള്ള എയർമെയിൽ കവർ എടുത്ത് നമ്മൾ ഈ കത്ത് അതിലേക്കിട്ട് ഒട്ടിക്കും. എന്നിട്ട് ഗൾഫിന്റെ ചിത്രമുള്ള സ്റ്റാമ്പും പതിപ്പിച്ച് ഈ കത്ത് നേരെ കൊണ്ടുപോയി പോസ്റ്റ് ബോക്സിലിടും. പിന്നെ നമ്മുടെ നാട്ടിലെ കുടുംബക്കാരൊക്കെ ഈ കത്തും കാത്ത് കുറേ ദിവസം ഇരിക്കും. അങ്ങനെ കാത്തിരിക്കുമ്പോ പോസ്റ്റ്മാൻ്റെ ഒരു വരവുണ്ട്. കത്തുമായിട്ട് സൈക്കിളില് ക്രിങ് ക്രിങ്. അങ്ങനെ കത്ത് പൊട്ടിച്ച് വായിക്കുമ്പോൾ അത് എഴുതിയ ആളുടെ മുഖം ഈ കത്തിലിങ്ങനെ തെളിഞ്ഞു വരും. അത് കണ്ണീരായും ചിരിയായും സങ്കടായും പരാതികളായും അങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഒരു പണിയുണ്ട്. പിടിച്ചോ. എന്താണ്? എന്താ? പോയിക്കോ. പപ്പ, ഞങ്ങളെന്നും ഞങ്ങളപ്പാന്റെ BMW കാറിൽ കറങ്ങാൻ പോകും. ഉമ്മ, ഞങ്ങളുടെ ദുബായിലെ വീട്ടിലെ
സ്വിച്ച് ഇട്ടാൽ എല്ലാ ഭക്ഷണ സാധനങ്ങളും റെഡിയാവുന്ന യന്ത്രമുണ്ട്. അവിടുത്തെ റോഡ് മാതിരി ഒന്നല്ല ഇവിടുത്തെ റോഡ്. നമ്മൾ വിമാനത്തിൽ പോണ സുഖ. പിന്നെ ഈ വിമാനം എന്നൊക്കെ പറയുന്ന ഫോട്ടോയിൽ കാണുന്ന അതിൽ ചെറുതൊന്നല്ല, ഭയങ്കര വലുതാ. പ്രിയപ്പെട്ട ഉപ്പുപ്പാക്കും ഉമ്മുമാക്കും സുഖല്ലേ? ഇവിടുത്തെ ഞങ്ങളുടെ ഫ്ലാറ്റിലെ 50-ാം നിലയിലെ എൻ്റെ മുറിയിൽ ബാൽക്കണിയിൽ നിന്ന് ബുർജ് ഖലീഫ കാണാം. രാത്രിയാണ് നല്ല രസം, ഫുൾ ലൈറ്റിൽ കാണാൻ പറ്റും. ഈ കത്തിപ്പ് എഴുതുന്നത് ഉമ്മച്ചി പറഞ്ഞിട്ടാണ്, ബാക്കി ഞാൻ പിന്നെ എഴുതാം. കുട്ടികളൊക്കെ ഭയങ്കര ലക്ഷറി ആയി പോയല്ലോ. പറ്റാവുന്ന സ്വപ്നങ്ങളൊക്കെ നടത്തി കൊടുക്കണം ഇൻഷാ അല്ലാ. പിന്നെ ഓർക്കും വേണ്ടേ എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ ബാക്കി അല്ലേ? നമ്മുടെ ഫിലോസഫി മനസ്സിലാവാനുള്ള പ്രായമായിട്ടില്ലല്ലോ കുട്ടികൾക്ക്. ഇരിക്കുമ്പോളെ കുട്ടിക്കൊരു കാര്യം അറിയോ? ഈ ഫിലോസഫിയും ജീവിതവും തമ്മിൽ ഏറ്റുമുട്ടലാണ് കുട്ടി ഈ ലോകം. ഈ നട്ടപ്പതിരക്കോ ഞാൻ എൻ്റെ വല്ല കത്തുണ്ടോ? ഇന്റെ കത്ത് താങ്ങാനുള്ള ശേഷി ഇങ്ങക്ക് ഉണ്ടാവൂല. ഉമ്മാന്റെ കുട്ടി ഉറങ്ങിക്കോളി. ഇപ്പൊ എനിക്ക് മനസ്സിലായില്ല ബുർജ് ഖലീഫക്ക് പോകുന്നത് അത്ര എളുപ്പമല്ലാന്ന്. പിന്നെ പ്രധാന പ്രശ്നം എന്താ പറഞ്ഞാല് മുത്തോട്ടിക്ക് വെള്ളിയാഴ്ച മാത്രമേ ലീവുള്ളൂ. അതുകൊണ്ട് കൃത്യമായ പ്ലാനിങ് ഇല്ലാതെ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകൂല. അപ്പോൾ അതൊക്കെ കണ്ട് കണക്കാക്കി ഞങ്ങൾ ഒരു ചാർജാണ് ഉണ്ടാക്കി. എല്ലാ ദിവസവും മുത്തോട്ടി എണീറ്റ് വരുമ്പോൾ തന്നെ കാണണം. താഴെ മരിയെ കൊട്ടിക്ക്. ഇതേ ഞാനും ഷാനും കൂടി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അതെങ്ങനെ ഒട്ടിക്കണേ ഞങ്ങൾക്കറിയാം. അല്ലോ എന്തൊരു ഉത്സാഹം എന്റെ കുട്ടിയേക്ക്. ഇത് സ്കൂളിലേക്കുള്ള വല്ല പണിയാതെ നിങ്ങളെ പിന്നാലെ നടന്ന് ചെയ്യിപ്പിക്കണ്ട ഞാൻ. ഇത് സ്കൂൾ പഠിപ്പിച്ചെന്നെ ഉമ്മച്ചി. പക്ഷെ വെക്കേഷൻ ആയപ്പോൾ ഉപകാരമായി. എങ്ങനെയുണ്ടമ്മ ക്രിയേറ്റിവിറ്റി? ക്രിയേറ്റിവിറ്റിക്ക് എന്റെ മക്കൾക്ക് ഒരു കുറവുമില്ലല്ലോ. നിങ്ങൾ ഇന്നലത്തെ കത്ത് ക്രിയേറ്റിവിറ്റി കണ്ടിട്ടേ മുത്തുട്ടിക്ക് നല്ല വിഷമമായിട്ടുണ്ട്. ഇതാ പറഞ്ഞേ മോമോ. അതുകൊണ്ടേ അടുത്ത വെള്ളിയാഴ്ച നമ്മളെല്ലാരെയും കൂട്ടി ബുർജ് ഖലീഫ കാണിക്കാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും? അതെ, മുത്തുട്ടി വരുമ്പോ ഇനി ബുർജ് ഖലീഫ എന്ന് പറഞ്ഞ് ചാടാൻ നിൽക്കണ്ട. എന്നോടാ പറഞ്ഞേ? ഇല്ല മച്ചി, ഇല്ല. ഓയോ എന്താ പറ്റി? സാധാരണ സമയത്ത് വരുന്നാണല്ലോ. അന്ന് ഉമ്മച്ചി പറഞ്ഞത് കേട്ട് ഞങ്ങൾ മുത്തുട്ടീന്റെ ബസ് കാത്തുന്നു. പക്ഷേ മുത്തുട്ടിയെ ബസ് ഇല്ലായിരുന്നു. My return ticket is on 13, not 30. I have a lot of work here. Bye. حبيب تفضل. Thanks. So, for safety officer position, there's something to do. I told you before, remember? Yes sir. First, you have to complete the training for Nibosh exam. You have happy news. You can go to your country for short leave and continue the training and come back with certificate. Habib, is everything okay? Okay sir. Then why you are not happy? Nothing sir. Okay. Sir, he is my son. All right sir. Thank you. Would you like to meet my family? Oh, Habib, inshallah, next time. Okay sir. Habib, Sir, remember, this is a good opportunity for you. I understand sir. Good. Thank you. Assalamu alaikum. Walaikum salam. എന്താണ് മോമോ ബോറടിച്ചാ? ബോറടിയൊക്കെ മാറ്റില്ല നമ്മള്. വാ. മുത്തുട്ടിയെ നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാവർക്കും കൂടെ നാട്ടിലേക്ക് പോവാം. അതാവുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്ന് പഠിക്കുകയും ചെയ്യാം. നിങ്ങളിപ്പോൾ വന്നിട്ടല്ലോ. ഇപ്പം തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകാന്നൊക്കെ പറഞ്ഞാൽ കുറേ പൈസൻ്റെ ചിലവുള്ള പരിപാടിയാണ്. മാത്രമല്ല നാട്ടിൽ പോയാൽ മൈൻഡൊക്കെ പോവും. പഠിക്കാനുള്ള മൂടൊന്നും കിട്ടൂല. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? എക്സാമിന് എന്തായാലും പ്രിപ്പയർ ചെയ്യണം. പിന്നെ കോച്ചിങ് കമ്പനിയൊക്കെ തരും.
ഫീസാണ്, അത് നമ്മൾ തന്നെ കെട്ടണം. ഹലോ ഗായ്സ്, കൊച്ചു എൻട്രേമിലെ ടീച്ചർ ഞങ്ങൾ അങ്ങനെ ബുർജ് ഖലീഫ കാണാൻ പോവാണ് ഗായ്സ്. അപ്പൊ അവിടുന്ന് കുറെ ദൂരം ഉണ്ടെന്നാണ് കേട്ടത്. എന്നാലും സാരമില്ല ഗായ്സ്. കണ്ടില്ലേ ഇതിലൂടെ സന്തോഷമൊന്നുമില്ല നിൽക്കണോ? നല്ല സന്തോഷമുണ്ട്. എന്നിട്ടും ആ പുറത്ത് കാണിക്കൊക്കെ വലിയ ആളൊന്നും അന്നൊക്കെണ്ടല്ലോ. ഫോൺ കിട്ടാത്ത ദേഷ്യത്തിലാണ് ഗായ്സ്. കുറെ നേരം കച്ചറ നിർത്തിക്കൂടെ? അറബി പോലീസ് വന്നാണ്ടല്ലോ, നാട്ടിലെ പോലെ ആയിരിക്കൂലട്ടോ. ഓരോരു കച്ചറ കൊണ്ടില്ല, നല്ല കിട്ടും 3 എണ്ണത്തിനും. ഉമ്മ, ഇവിടെ കുട്ടികളെ തല്ലിയാലേ പോലീസ് പിടിച്ചിട്ടുണ്ടാവുക. ഇവിടുത്തെ പോലീസ് പിടിച്ചാലേ നാട്ടിലെ പോലെ ആവൂലട്ടാ. അയ്യേ, ഉമ്മ പ്ലിങ്ങിയിരിക്കുകയാണ് ഗായ്സ്, ഉമ്മ പ്ലിങ്ങി. ആ ഫോൺ എടുത്ത് ആരും നോക്കിയേ. ഓഫീസിന്നാ. ആ, ഒരു മിനിറ്റ് മിണ്ടല്ലേ. കളിക്കാം. ഹലോ സർ, കളിക്കണേ. വാട്ട് ഹാപ്പൻ സർ? ഓക്കെ. അതെ, മുത്തുട്ടിക്ക് അത്യാവശ്യം നിങ്ങൾ കൂടെ നിൽക്കൂലേ? മോമ നിൽക്കൂലേ? ആ, ബാക്കിയുള്ളവർ നിൽക്കൂല്ലേ? ആ, മുത്തുട്ടിക്ക് അത്യാവശ്യമായിട്ട് പുതിയ സൈറ്റിലൊന്ന് പോകാണ്ട്. പെട്ടെന്ന് പോയിട്ട് വരാം. ഓക്കെ. അടിപൊളി. അപ്പൊ നമ്മൾ 5 മിനിറ്റ് വർക്കിംഗ് സൈറ്റില്, അത് കഴിഞ്ഞാൽ നേരെ ഞാൻ പെട്ടെന്ന് വരെ. ഒരു 5 മിനിറ്റ് പെട്ടെന്ന് വരണേ മുത്തൊട്ടിയെ. വരാം. വാട്ടോ. ഇനി പോയെത്തോ അമ്മ? മാമ ഒരു മുത്തൊട്ടി. നമുക്ക് അടുത്ത വെള്ളിയാഴ്ച പോവാം. ലൈവ് ഇട്ടതാണ് ആകെ പ്രശ്നമായത്. മൊത്തത്തിൽ കയ്യിന്ന് പോയി. എനിക്കറിയാം ഇത് ശരിക്കായിക്കാരം. ഇപ്പൊ മനസ്സിലായില്ലേ മനുഷ്യന്മാരെന്തൊക്കെ സങ്കടമുള്ളവരാന്ന്. അതുകൊണ്ട് വെറുതെ ചെന്ന് കടിക്കാൻ നിൽക്കരുത്. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാ എൻ്റെ കാര്യമുണ്ട്, അതും പറയാൻ പറ്റൂല. കൂട്ടം തെറ്റി നടക്കുന്ന നമുക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോ. പോയിട്ട് എത്ര ദിവസമായടാ? എവിടെടാ എൻ്റെ ബുർജ് ഖലീഫ? ഇവിടെ എല്ലാരും പറയണെങ്കിൽ പട്ടപ്പാറയിലുള്ള എൻ്റെ അമ്മായിൻ്റെ വീട്ടിൽ കഴിയുന്നതാണ്. ഹലോ ഖദീജ, എന്താ വർത്താനം? എടോ ഒന്നും തോന്നരുത് കേട്ടാ, കുട്ടികളെടുത്ത് കളിക്കുന്നതാണ്. ഈ ഫോണാണെങ്കിൽ ഏത് നേരം ഓല കയ്യിലാണ്. ഞാൻ ഓലോട് പറഞ്ഞിരിക്കണേ, ദുബായി പോയിച്ചിട്ട് ബുർജ് ഖലീഫ കാണാൻ പറ്റൂലെന്നോ, എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ടാവില്ലെന്നോ. ഈ കുട്ടികൾക്ക് അപ്പോൾ അത് മനസ്സിലാവണേ. എന്നാ ശരിട്ടാ. ഖദീജ, എനിക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ എന്നോട് മുഖത്തൊക്കെ പറഞ്ഞൂടെ? ഈ എന്തിനാ വളഞ്ഞു മൂക്ക് പിടിക്കണ്? എൻ്റെ അവസ്ഥ എനിക്കറിയാത്തൊന്നുമല്ലല്ലോ. നിങ്ങളോട് പറയാനുള്ളതൊക്കെ ഞാൻ മുഖത്തൊക്കെ പറയല്ലേ. പിന്നെ ഒരു മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളെ കണ്ടിട്ട് നിർത്തുന്നല്ലേ മോശമാവുക.
അല്ലേ? السلام عليكم. وعليكم السلام حبيب. تفضل تفضل. Thanks, sir. How was your training? It was nice, sir. Thanks for the support. Your family and kids? Yeah, fine. Thanks. So Habib, I want to tell you something. My plan is going to my home for vacation. Okay. So I was thinking maybe you can shift your family to my home. What do you think? Any problem, Habib? Don't worry. Already I paid the rent. എന്തല്ലേ? ടി വി അല്ല, തിയേറ്ററാണ്. എന്താല്ലേ? എന്താണാവോ? ഇത് കണ്ടിട്ട് തന്നെ മനസ്സിലാവുന്നില്ല എനക്ക്. ടച്ചാടി ടച്ചാ. ഇതാണ് എന്തോ ആണ് ഇവിടെ. ഷാനമോളെ ഫ്രിഡ്ജടി. അല്ല ഇതെങ്ങനെ? ഇപ്പോഴെന്റെ ശ്വാസം നേരെ വന്നത്. ഇതുവരെ ബുർജ് ഖലീഫ നിന്നെ കാണിക്കാൻ പറ്റുമെന്ന് ഒരു ഉറപ്പില്ലായിരുന്നു. ഇപ്പൊ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. നമുക്കെന്തായാലും ബുർജ് ഖലീഫ കാണണം. ഓക്കെ ഷാന, അതിന് നോക്ക്. ഷാന പോയിരുന്നോ? മോനെ കൊച്ചോ, ഞാൻ കുറച്ച് ഫോട്ടോ അയച്ചിട്ടാ. ബുർജ് ഖലീഫന്റെ ഫോട്ടോ അതിന്റെ ബാക്കിൽ വരും. അപ്പൊ നമുക്ക് കാണട്ടെ ബാക്കി. ഓക്കെ? കുളത്ത് ചാടാൻ പേടില്ലാതെ സ്വിമ്മിംഗ് പൂളിൽ പോയി ചാടണം. എടാ കൊച്ചു, കണ്ടെന്ന് എനിക്ക് അറിയട്ടാ. എന്താ ചെന്ന് മിണ്ടാത്തെ? ഗുഡ് മോർണിംഗ് ഗായ്സ്. കണ്ടില്ലേ ഞങ്ങൾ ഉമ്മ ഇവിടെ ബോറടിച്ചിരിക്കണേ? ഇതാണ് ഞങ്ങളെ വീട്ടിലെ സൈക്കിൾ. കണ്ടില്ലേ ദിലുഷാണ് ഇവിടെ വെറുതെ ദിലു, ഒന്നിങ്ങോട്ട് കേറി. എനിക്ക് വെയിലത്തിരിക്കാൻ വയ്യ. ഇതാണ് ഞങ്ങളെ ഇവിടുത്തെ സെക്യൂരിറ്റി. സെക്യൂരിറ്റി സെക്യൂരിറ്റി അതാണ് ഞങ്ങൾ അയൽവാസി അറബി. تعال تعالني ليش تصور why you take photo without permission ها يلا delete it delete حذفها no permission no photo പാവടാ, ഒരാൾക്ക് ചീത്തട്ടിയേ. എനിക്ക് അറബി അറിയാത്ത മൂപ്പയുടെ ഭാഗ്യം. അതിന് മൂപ്പര് ഇംഗ്ലീഷിലല്ലേ പറഞ്ഞു? അതിനെനിക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. പാവല്ലേ, പോട്ടെ. മാറിക്ക്. ഹലോ ഹബീബ്. ഹൗ ആർ യു? ഹൂ ആർ യു? എന്നാ ഹൂ ആർ യു? ഹുസൈൻ. ഹബീബ് മാമ. ഹബീബ് അങ്കിൾ. ഈ ഗേറ്റ് എങ്ങനെ തുറക്കുക? നിങ്ങളെ ആ ഗേറ്റിന് മുന്നേ പോയി നിട്ടേ കൈ കൂപ്പിട്ട് ഇങ്ങനെ പറയണം, മന്ത്രം കുന്ത്രം സമ്പ്രദായം. മന്ത്രം കുന്ത്രം സമ്പ്രദായം. തുറക്കുന്നുണ്ട് തുറക്കുന്നുണ്ട്. ഒന്ന് പോടാ കള. എന്നടാ എന്റെ കളി?
നിങ്ങൾക്ക് കളിക്കോപ്പൊക്കെ ഇഷ്ടമായോ? ഇതൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടൂല. ഇതൊക്കെ നമ്മളെ നാട്ടിൽ കിട്ടും. ഇത്രയും ഫിനിഷിംഗ് ഉണ്ടാവൂല. പിന്നെ അതിലൊന്നുമില്ല, എന്റെ തുണി കുപ്പായ. എന്താണ് മക്കളെ ഇത്? ആ കുഞ്ഞാക്ക സ്നേഹത്തോടെ വാങ്ങി തന്ന സാധനങ്ങൾ ഇതൊക്കെ. അപ്പൊ മോത്ത് ഇച്ചിരി സന്തോഷം കാണിച്ചു നിങ്ങൾക്ക്? സന്തോഷം അതും ഈ താവളനെ കൊണ്ട്. ആയിക്കോട്ടെ, കാണിച്ചു തരാ. ഷാനമോളെ വാ. കുഞ്ഞാക്കാൻ്റെ ഒരു മൊയല്. ഷാനമോളെ നോക്കൂ, എന്റെ തവളയുടെ കണ്ണുകൾ കത്തുന്നു. പടച്ചോനെ, കുട്ടികളെയും കൊണ്ട് ഞാൻ തോറ്റു. ഈ കുട്ടികളൊരു ബഹളം. നിങ്ങൾ അച്ഛൻ്റെ അങ്ങോട്ട് മാറിന്ന് കളിച്ചോളി. എന്തിനാണ് കുഞ്ഞാക്ക ഈ കുട്ടിയൊക്കെ ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കൊടുത്ത് സന്തോഷിപ്പിക്കണേ? ഓരൊക്കെ വലിയ കുട്ടികളായില്ലേ, നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? വെറുതെ പൈസ കളയാൻ. ഓൾക്ക് കുട്ടിക്കാലം പരമാവധി കിട്ടണം. ഓലൊന്നും അറിയരുത്. അവരിങ്ങനെ ഓരുടെ ലോകത്ത് കളിച്ച് രസിക്കണം. ഇത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ ഓട്ടോമൊബൈലൊക്കെ ഉണ്ടായിരുന്നു, അതും കൂടി വാങ്ങിയേനെ. അവന്റെ തമാശ. നിങ്ങൾക്ക് ജ്യൂസിന് മധുരം കുറവോ കൂടുതലോ? കൂടുതലും വേണ്ട, കുറവും വേണ്ട. ഒരു മദ്യത്തിൽ പിടിച്ചോ. മദ്യം? ലാ ഹൗല വല. അത് മദ്യം, ഇത് മദ്യം. നടു ഈ സ്ലേറ്റ് പെൻസിൽ എടുത്തിട്ട് വാ, ഞാൻ പഠിപ്പിച്ചുതരാം. അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. കുഞ്ഞാക്കകത്തുണ്ടോ? അമ്മായി വിളിച്ചിരുന്നു. അന്ന വിളിച്ചിരുന്നു? ഇല്ല. എന്താ? കുഞ്ഞാക്ക് ഇവിടെ നിൽക്കാനുള്ള രേഖകളുണ്ടോന്ന് അമ്മായിക്കൊരു ഡൗട്ട്. ഇവിടെ വന്ന സ്ഥിതിക്ക് ചോദിക്കാതെ വിട്ട അമ്മായി അത് അലമ്പാക്കും. അത് നിങ്ങൾക്ക് ചോദിച്ചാ പോരെ? ചോദിച്ചതിന് ഉത്തരല്ലോ മൂപ്പർ പറയാ. അത് ശരിയാ. ഞാൻ ഒരു ഐഡിയ എടുക്കും. ചിരി കൂടെ നിന്നാ മതി. അസ്സലാമലൈക്കും കുഞ്ഞാക്ക. വാലൈക്കും അസ്സലാം. അറബാബ് എന്താണ്? റെഡിയായി വാ. മാമ ഫസ്റ്റ് ഇതാ മൊബൈല്. സ്ലൈഡ്. ഫോൺ. ഞാൻ ക്രയോൺ വെച്ച്. കണ്ണിലല്ല, താഴെ വെക്കി. ഇനി എന്താ വെച്ചാല് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെക്കുക. അവസാനം വരെ വെക്കാൻ സാധനങ്ങൾ കയ്യിലുള്ളവര് ജയിക്കും. ഇതെന്തൊരു തല്ലിപ്പൊളി കളിയാണ്. സത്യം. ഹബീബ, ഈ കളിയിൽ ഈ കുടുംബം എന്നോട് തോൽക്കും കേട്ടോ. കാരണം എന്റെ അടുത്തുള്ള അത്രയും കുണ്ടാവണ്ടികൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ല. നോക്കിക്കോ. കളിയായാലും കുറച്ച് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം തരണ്ടേ? കളിയിലായാലും ജീവിതത്തിലായാലും പ്രിപ്പയർ ചെയ്യണം എനിക്ക് ഇഷ്ടമല്ല. മോമ വെച്ചോ. എന്റെ വീടിന്റെ താക്കോല്. എന്നാ ഞാൻ എന്റെ ചാവി വെച്ചു. ഞാൻ എന്റെ വാച്ച് വെക്കാൻ പോവാ. എന്നാ ഞാനും എന്റെ വാച്ച് വെച്ച്. മാമ ഇതൊക്കെ എന്താ? മോമ മുഴുവൻ കച്ചറയാണല്ലോ വെക്കണേ. ടൂത്ത് പിക്ക്. ഇതെന്തിനാ മാമ ടൂത്ത് പിക്ക് കൊണ്ടടക്കണേ? എപ്പോഴാ ഒരു ആവശ്യം വേണമെന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ തന്നെ ഒരു അത്യാവശ്യം വന്നില്ലേ, കണ്ടില്ലേ? ഷാനുമോക്ക് വിടാനുള്ള പരിപാടി ഇല്ല. എന്നാ ഞാൻ എന്റെ പേഴ്സ് വെച്ചു. ഞാൻ എന്റെ വള വെച്ച്. ഞാൻ അവസാനം ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ പഴയ 25 പൈസയാ. 10-27 കൊല്ലം മുമ്പ് ഞാനിവിടെ വരുമ്പോൾ ആകെപ്പാടെ എന്റെ ഉണ്ടായിരുന്നു ഇതാ. ഇനി ഒന്നും ഇല്ലാണ്ട് ഈ നാട്ടിൽ തിരിച്ചു പോകേണ്ടി വന്നാലും എന്റെ ധൈര്യം തൊട്ടാ. അത് വെച്ചിട്ടാ ഞാൻ തോറ്റ്. എന്റെ കയ്യിലൊന്നുമില്ല. ലാസ്റ്റ് ഞാൻ തോറ്റ്. ഇവനാണല്ലേ തോറ്റപ്പോ എന്താ കുഴപ്പം? വിളിക്കണ്. ഈ ഇങ്ങനെ മുത്തുകൾ പൊറുക്കി പൊറുക്കി ഇട്ട മാമ തോക്കിയുള്ളൂ. ഇനി മാമാന്റെ ആ പാടെയുള്ള ഇതാ. ഇത് സൂക്ഷിക്കാൻ വേണ്ടിയാ മാമ ഈ പേഴ്സ് തന്നെ കൊണ്ട് നടക്കണത്. ഒന്നുമല്ല, നമ്മുടെ ഈ പരക്കം പാച്ചിലുണ്ടെങ്കിൽ എവിടെയെങ്കിലും വീണ് പോയാ ആളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടരുതല്ലോ. അത് വെച്ച് ഇനി ഇന്റെ അടുത്ത് ആ പാടെയുള്ള ഈ പേഴ്സാണ്. മാമ തോറ്റ്. ഇത് കൂടെ വെച്ച് ഷാനുമോളല്ലേ? എന്താണ്ടാ ഒന്നുമില്ല മാമ. എന്താ നിങ്ങള്? ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. ഞാൻ വിചാരിച്ചാ ജയിക്കായിരുന്നു. ഇന്നത്തെ കളി ഇനി സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്റെ പുറത്തെടുക്കാൻ. ഞാൻ ഇത് എടുക്കായിരുന്നു അറിയോ?
നമ്മളെ കുട്ടികൾ കളി തോക്കാതിരിക്കാനാ. ഓ പിന്നെ കുഞ്ഞാക്കണ്ടയിൽ ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് പോയിക്കാണി മാമങ്ങള്. എടാ ഹിമാറ ഈ കാണ് ഇത് കണ്ട ഇത് ഞാൻ പുറത്തെടുത്താ ഡ്രൈവിംഗ് ലൈസൻസ് സെപ്പറേറ്റ് സൈഡിൽ കാണ് നോക്കട്ടെ. എന്താടാ ഈ ഇതുവരെ എമിറേറ്റ്സ് സൈഡ് കണ്ടിട്ടില്ലേ? അതിന്റെ നോട്ടം കണ്ട എനിക്ക് സംശയം തോന്നില്ല അനക്ക് എമിറേറ്റ്സ് സൈഡ് ഉണ്ടോന്ന്. മോളെ ഖദീജ ചെക്കന്റെ വീടും പത്രമൊക്കെ കാണുമ്പോ മൊത്തത്തിലൊരു കള്ളത്തിന് മണക്കലുണ്ട് കേട്ടോ. അല്ല കുഞ്ഞാക്ക, ഇങ്ങക്ക് ഇതൊക്കെ നിർത്തിട്ട് നാട്ടിൽ പോയിക്കൂടെ? അതൊരു കാര്യം. അമ്മായും കുട്ടികളൊക്കെ പാടെ പാവല്ലേ? പോണം. ഇനി പോയാ ഒടുക്കത്തെ പോക്ക. അതാ ഞാൻ വൈകിക്കണേ. അല്ലാണ്ട് ഈ വയസ്സാക്കാലത്ത് ഇനിയും തിരിച്ചു വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാനാ? അതൊക്കെ നിങ്ങൾ കുട്ടികൾ എടാ ഇവർക്ക് വിസിറ്റ് വിസ മാറ്റിട്ട് ഫാമിലി വിസ ആക്കി കൊടുക്കണ. ഇൻഷാല്ലാ മാമ. അനക്കും വേണ്ട ഒരു എമിറേറ്റ്സ് സൈഡിയൊക്കെ. ഞാനൊരു പദ്ധതി ആലോചിച്ച് വെച്ചിട്ടുണ്ട്. എന്ത്? മുത്തുട്ടിയെ അന്നാ ഫിലിപ്പിൻ കുട്ടിക്ക് ഞാൻ കൈ കെട്ടി കൊടുത്തില്ലേ, അപ്പൊ കുട്ടീനോട് ചോദിക്കുക ഡോക്ടറാണോന്ന്. ഓ എന്റെ വാപ്പായിട്ട് ഈടെ പയറ്റില്ലേ? എന്താ പയറ്റിയാലും നിനക്ക് പാരമ്പര്യമായിട്ട് ഇറങ്ങുന്ന കാര്യല്ലേ? അത് കാര്യ. ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് എടുത്താ നിനക്ക് ഇവിടെ ഒരു ജോലി കിട്ടൂലേ? നല്ല തീരുമാനം കേട്ടാ. തീരുമാനം നല്ലതാണ്. പക്ഷെ എനിക്കിപ്പോൾ കുറച്ച് വരുമാനത്തിൻ്റെ കുറവുണ്ടെന്നേ ഉള്ളൂ. ഞാനത് ഗ്രാജുവലി കൂട്ടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടേ. അത് നല്ല തീരുമാനമാണ്. വരുമാനം കൂട്ടാനേ കഴിഞ്ഞ 27 കൊല്ലമായിട്ട് ഞാൻ ശ്രമിക്കണം വരുമാനം കൂട്ടാൻ. ഒന്ന് പോടാ അവിടുന്ന്. അതല്ല മാമ, പിന്നെ എനിക്കിപ്പോൾ പറന്നു വരാൻ കുറച്ച് സമയത്തിൻ്റെ പ്രശ്നമുള്ളൂ. ഞാൻ പറന്നു വരുമ്പോൾ ഇവരെ കൂടെ എൻ്റെ ചെറുകിൻ്റെ അടിയിൽ ഉണ്ടാവൂലേ? അങ്ങനെ അതിനൊന്ന് സപ്പോർട്ട് ചെയ്തെന്നാൽ മാത്രം മതി. മുത്തുട്ടിയെ ഇങ്ങളാ ചെറുക് വെച്ച് പറഞ്ഞോളി. ഞാൻ എൻ്റെ സ്വന്തം ചെറുകിൻ്റെ കാര്യമല്ലേ പറഞ്ഞേ? ഞാൻ ഇറങ്ങട്ടെ. കുട്ടികളോട് പറഞ്ഞിട്ടില്ല, അറിഞ്ഞ ഓർക്ക് വിഷമാവും. ഓല ഇറങ്ങട്ടെ. ഞാൻ അബിബിനെ വിളിച്ചോണ്ട്. ആയിക്കോട്ടെ. ഒരു ദിവസം ഉള്ളെങ്കിലും നല്ല രസമായിരുന്നു കുട്ടികളൊക്കെ ആയിട്ട്. ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയ വീട്ടിലൊക്കെ താമസിക്കണേ. ഏതായാലും നിങ്ങൾ വന്നപ്പോൾ ഈ വീട് തരാൻ തോന്നി ഓൻ്റെ ചങ്ങായി മുത്താണ്. എന്നാ ഇറങ്ങട്ടെ. പിന്നെ മോളെ നിങ്ങൾ ബുർജ് ഖലീഫ കാണാൻ പോകണമെന്ന് കുട്ടികൾ പറഞ്ഞു. പോകുമ്പോൾ പറ്റുമെങ്കിൽ എന്നെ കൂടെ കൂട്ടണം. അതിനെന്താ കുഞ്ഞാക്ക? അല്ല ഞാൻ ഇതുവരെ ഈ ബുർജ് ഖലീഫ അടുത്ത് നിന്ന് കണ്ടിട്ടില്ല. ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്. ഈ പൺ സൈഡിലേക്ക് ബസ്സിൽ കൊണ്ടുപോകുമ്പോൾ അത് ഒരുപാട് ദൂരത്തുനിന്ന്. അപ്പൊ അസ്സലാമു അലൈക്കും. ശരി. ഇന്ന് മുത്തുട്ടി പരീക്ഷയ്ക്ക് പോണ ദിവസമാണ്. ഇനി ആകെ ഒരു വെള്ളിയാഴ്ച മാത്രം ബാക്കിയുള്ളൂ ബുർജ് ഖലീഫ കാണാൻ പോവാന്.